Good morning all. കേൾക്കാൻ പറ്റണല്ലേ? ഗുഡ് മോർണിംഗ്. യെസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ? നേരെ വയ്യ? ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞേ തേർഡ് ചാപ്റ്റർ ഇതുവരെ പറഞ്ഞു. നമ്മള് ട്രാൻസ്ഫോമർ പറഞ്ഞ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സിന് നമ്മൾ പറഞ്ഞില്ലേ? സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ്. ആരുമില്ലേ റെസ്പോണ്ട് ചെയ്യാന്? പറഞ്ഞേ, ഏതുവരെ നമ്മൾ പറഞ്ഞു? സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ പറഞ്ഞില്ലേ? ധ്യാന ഏതുവരെ പറഞ്ഞു എന്ന് പറഞ്ഞേ. പ്രോബ്ലംസ് പറഞ്ഞു അല്ലെ? പ്രോബ്ലംസ് ചെയ്തത് പറഞ്ഞില്ലേ? പിന്നെ നമ്മുടെ പ്രൈമറി വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ എന്താ പറയാ, കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷന്, ആ രണ്ട് ഇക്വേഷൻ പറഞ്ഞില്ലേ? Vp by Vs is equal to Np by Ns and Vp by Vs is equal to Is by Ip. ഇത് പറഞ്ഞില്ലേ? ഈ സെക്കൻഡ് ഇക്വേഷൻ പറഞ്ഞ അതിന് കാൽക്കുലേഷൻസ് ചെയ്തോ? പറഞ്ഞേ നോ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു അല്ലെ? സെക്കൻഡ് ഇക്വേഷൻ പറഞ്ഞില്ല. ഓക്കെ, സോ തുടങ്ങാം. ഓക്കെ ഫോർമ. ഓക്കെ, നമ്മള് ട്രാൻസ്ഫോമറിന്റെ കേസുകളാണ് പറഞ്ഞത്. അപ്പൊ ട്രാൻസ്ഫോമേഴ്സ് നോർമലി ടു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് are there. First one is step up transformer and second one is step down transformer. Step up transformer and step down transformer peculiarities നമ്മൾ പറഞ്ഞു. Number of turns and thickness of the wire, and also in the output case the output voltage is very high. In the case of step up transformer, that is the secondary voltage is high. ആ കേസിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലും കൂടി വരും. നമുക്ക് നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ ട്രാൻസ്ഫോമർ ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചു. Vp by Vs is equal to Np by Ns അല്ലെ? Vp by Vs is equal to Np by Ns എന്നുള്ള ഒരു ഇക്വേഷൻ പഠിച്ചു. ഇതിൽ നിന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. എന്തൊക്കെയായിരിക്കും? സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി അല്ലെ? പ്രൈമറി വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ കേട്ടോ, ശ്രദ്ധിക്കണേ. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ അല്ലെ? സെക്കൻഡറി വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ എന്ന് വെച്ചാല് Vs is greater than Vp in the case of step up transformer അല്ലെ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിലാണെങ്കിൽ Vs is greater than Vp. And also, whatever the number of turns, in the case of number of turns also, the secondary number of turns, Ns is greater than Np. അല്ലെ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റിൽ കിട്ടും. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. ശരിയല്ലേ? അല്ലേ? എന്താന്നും ആരും റെസ്പോണ്ട് ചെയ്യാത്തെ? ഉറക്കത്തുനിന്ന് നീറ്റ് വരികയാണോ? ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി ഇങ്ങനെ മുന്നിൽ ഇരിക്കുകയാണോ? ടെക്സ്റ്റ് ബുക്ക് ഒന്നും എടുത്തില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കണില്ല. യെസ് റോഷൻ, വാട്ട് അബൌട്ട് ദിസ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന സെക്കൻഡറി വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി വോൾട്ടേജ്. ഇക്വേഷൻ എടുത്തില്ലെന്നോ? ഈ ഇക്വേഷൻ എടുത്തില്ലേ? ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞില്ല. ഫസ്റ്റ് വൺ ഓക്കെ, എന്നാ പറയാം. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സിന് മാത്രം പറഞ്ഞിട്ടുള്ളൂ അല്ലെ? സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസ് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കാം. ട്രാൻസ്ഫോമർ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതില്
സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ? ആൻഡ് ഇൻ ദ കേസ് ഓഫ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നേരെ തിരിച്ചു. ഇതില് നോക്കിയേ, സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ നോക്കിയേ, ഫസ്റ്റ് വൺ പ്രൈമറി ടേൺസ്, പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ്. പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ആണല്ലോ അല്ലെ? അപ്പൊ പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് നമുക്കറിയാം, പിന്നെ വോൾട്ടേജ് ഇത് പ്രൈമറി ആണ്, ഇത് സെക്കൻഡറി ആണ്. അപ്പൊ വോൾട്ടേജ് ഇൻ പ്രൈമറിയെ എപ്പോഴും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക VP എന്നാണ്. പ്രൈമറി വോൾട്ടേജിന് ഇൻഡിക്കേറ്റ് ചെയ്യുക VP എന്ന് വെച്ചാൽ ഇതാണ് ശരിക്കും ഇൻപുട്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് ഇൻപുട്ട് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വോൾട്ടേജിനെ കൂട്ടുകയാണ് വേണ്ടത് അല്ലെ? കുറഞ്ഞ വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അപ്പൊ കുറഞ്ഞ വോൾട്ടേജിന് കൊടുക്കുന്ന സ്ഥലമാണ് പ്രൈമറി. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ഇൻപുട്ട് എന്നാണ് നമ്മൾ നോർമലി പറയുക, ഇൻപുട്ട് കൊടുക്കുക. ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കുക, ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ ഏത് പ്രോസസ് ആണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഭാഗമാണ് ഇത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാ കേസിലും സെക്കൻഡറിയിലാണ് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ് ആണ്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ് ആണ്, ദാറ്റ് ഈസ് VS. ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ആൻഡ് പ്രൈമറി വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജ്. എന്ന് വെച്ചാൽ പ്രൈമറി ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അല്ലെ? നമുക്ക് എന്താണോ ചെയ്യുക, സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ നമുക്ക് വോൾട്ടേജ് കുറഞ്ഞതിനെ നമുക്ക് വോൾട്ടേജ് കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ കുറഞ്ഞ വോൾട്ടേജ് കൊടുക്കുന്ന സ്ഥലമാണിത്, ദാറ്റ് ഈസ് ഇൻപുട്ട്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദിസ് പ്രോസസ് നമുക്ക് ഹയർ വോൾട്ടേജ് കിട്ടണം. സോ ഹയർ വോൾട്ടേജ് കിട്ടുക സെക്കൻഡറിയിലാണ്. ഓക്കെ, ഈ കേസിൽ സ്റ്റെപ്പ് അപ്പ് കേസിൽ VS ആണ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ VP ഇൻപുട്ടും VS ഔട്ട്പുട്ടും ആ രീതിയിലും ക്വസ്റ്റ്യൻസ്, പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് ദിസ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തന്നിട്ട് പറയും. അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം എന്ത്? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറി ആണ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് സെക്കൻഡറി. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടേൺസ്, നമ്പർ ഓഫ് ടേൺസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ നമുക്കറിയാം എന്താണ്? N ആണ് അല്ലെ? അപ്പൊ N പ്രൈമറി ആയതുകൊണ്ട് NP ആൻഡ് സെക്കൻഡറി ആയതുകൊണ്ട് that is NS. NS ആണ് സെക്കൻഡറിയിലെ വോൾട്ടേജ്, സോറി നമ്പർ ഓഫ് ടേൺസ്. ഇനി സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലും ഇത് തന്നെയാണ് ടേംസ്. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലും ഇതേ ടേംസ് തന്നെയാണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കറന്റ് നമുക്കറിയാം, നമ്മൾ ഇവിടെ നിന്ന് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു I ampere current is flowing through this primary and also another current is flowing through the secondary. Okay, അപ്പൊ കറസ്പോണ്ടിങ് കറണ്ടും ഉണ്ട്, വോൾട്ടേജ്, കറണ്ട്, നമ്പർ ഓഫ് ടേൺസ്. അപ്പൊ പ്രൈമറിയിൽ കറണ്ട് ആയതുകൊണ്ട് we can represent this as IP. IP ആണ് പ്രൈമറിയിലത്തെ കറണ്ട്. ആൻഡ് സെക്കൻഡറിയിലത്തെ കറണ്ട് എന്തായിരിക്കും? IS. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേംസ് പ്രൈമറി സെക്കൻഡറി ടേംസിലാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേം മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. സ്റ്റെപ്പ് അപ്പിന്റെ കേസിലാണ് ഞാൻ ഇപ്പൊ വരച്ചത് എങ്കിലും സ്റ്റെപ്പ് ഡൗണിന്റെ കേസിലും ടേംസ് കറക്റ്റ് ആണ്. ഇനി നമുക്ക് അറിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, we know that in the case as the number of turns and the voltage, the relation between the number of turns and voltage, as the number of turns increases, the voltage also increases. അല്ലെ? മറ്റൊരു കേസിൽ പറയുകയാണെങ്കിൽ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ടേൺസ്. വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, സ്മോൾ E എന്ന് പറഞ്ഞ ഒരു E തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് EMF. ഓക്കെ, EMF സ്മോൾ E തന്നിട്ടുണ്ട്. ആ സ്മോൾ EMF എന്ന് പറഞ്ഞാല് EMF എന്ന് പറഞ്ഞാൽ ദ വോൾട്ടേജ് പെർ ടേൺ ആണ്. പെർ ടേൺ എന്ന് പറഞ്ഞാൽ ഒരു ചുറ്റിലുള്ള വോൾട്ടേജ് E ആണെങ്കിൽ N ടേൺസിൽ, N നമ്പർ ഓഫ് ടേൺസിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? അപ്പൊ നമ്മൾ മിഠായി വാങ്ങുമ്പോൾ പറയില്ല, ഒരു മിഠായിക്ക് ഇത്രയാണെങ്കിൽ ഇത്ര മിഠായിക്ക് എത്രയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? അതുപോലെ E എന്ന് പറഞ്ഞാൽ ഒരു ടേണിന് പെർ ടേൺസിലെ നമ്പർ ഓഫ് വോൾട്ടേജ് ആണ്. അങ്ങനെയാണെങ്കിൽ N ടേൺസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? N ടേൺസ് ഉണ്ടെങ്കിൽ അത്രയും പിന്നെ ടേൺസിനോട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് ടോട്ടൽ കിട്ടുള്ളൂ അല്ലെ? അപ്പോ ഈ കേസിൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അത് ഒരു പിന്നെ പ്രോബ്ലം രീതിയിൽ തന്നുള്ളൂ, എങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത് എന്ന് പറയാണ്. ഓക്കെ, നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്.
അപ്പൊ പ്രൈമറിയിലെ വോൾട്ടേജ് പ്രൈമറിയിലെ വോൾട്ടേജ് VP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി അല്ലെ. പ്രൈമറിയിലെ വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാല് ഏത് ടേമിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാല് അവിടെ ഒരു ടേം ഉണ്ടാവില്ലേ, നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. ദാറ്റ് കോൺസ്റ്റന്റ് ടേം ഈസ് വോൾട്ടേജ് പെർ ടേൺ ആണ്. അപ്പൊ ഒരു ചുറ്റിൽ ഇത്ര വോൾട്ടേജ് ആണെങ്കിൽ n ചുറ്റുകൾ ഉണ്ടെങ്കിൽ എത്ര ടേൺസ് ഉണ്ടാവും? അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റി കഴിഞ്ഞാല് VP is equal to E into NP ആണ് വരിക. E into എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ വോൾട്ടേജ്. അങ്ങനെയാണെങ്കിൽ പെർ ടേണിന് ഇതാണെങ്കിൽ n ടേൺസിന് എന്തായിരിക്കും? n ടേൺസിന് NP ആണ് പ്രൈമറിയിലെ ടേൺസ്. പ്രൈമറിയിലെ ടേൺസിന്റെ എണ്ണം കൊണ്ട് ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ വോൾട്ടേജ് കിട്ടൂലേ? അതുപോലെ അപ്പൊ VP is equal to ഇത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? VS ചെയ്യാം. VS is equal to എന്തായിരിക്കും? E into VP. ഓക്കെ, എന്ന് വെച്ചാല് the voltage is directly proportional to secondary voltage VS. Secondary voltage is NS. ഞാൻ എഴുതുന്നതൊന്നും നിങ്ങൾ നോക്കണില്ല അല്ലെ? NS. Secondary voltage is directly proportional to secondary number of turns. And here also the primary turns is directly proportional to number of turns of primary. Okay, അപ്പൊ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കോൺസെപ്റ്റ്. ഇനി ഈ രണ്ട് ഇക്വേഷന്, ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാം. രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ 1/2 എന്തായിരിക്കും? 1/2 VS, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ VS, ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ VP. VS by VP is equal to റൈറ്റ് ഹാൻഡ് സൈഡിനെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? is equal to E into NS by E into NP. അല്ലെ? ഈ രീതിയിലല്ലേ വരിക? ക്ലിയർ ആണില്ലേ? മനസ്സിലാവണില്ലേ? പറഞ്ഞേ. യെസ്. അപ്പോ VS by VP is equal to E into NS by E into NP. നമുക്കറിയാം പെർ ടേണിലുള്ള വോൾട്ടേജ് ആണ് ഈ ഇയും, അത് സെയിം ആണ്, അത് കട്ട് ചെയ്യാം. അപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? VS by VP is equal to NS by NP. VS by VP is equal to NS by NP. This is the first equation of transformer. ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷനിലെ ഫസ്റ്റ് ഇക്വേഷൻ ആണത് VS by VP is equal to NS by NP. ഓക്കെ, എന്ന് വെച്ചാല് VS is directly proportional to number of turns. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാൽ നേരെ ഒരാൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേ ആൾ ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വോൾട്ടേജും ഇൻക്രീസ് ചെയ്യും. എവിടുത്തെ? പ്രൈമറിത്തെ. ഇവിടെ ആണെങ്കിലോ അതേ സമയത്ത് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യും. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. Okay, and this is the first transformer equation. നോക്കിയേ, ഇവിടെ മുകളിൽ ഏറ്റവും ടോപ്പിൽ ന്യൂമറേറ്ററിൽ VS ആണെങ്കിൽ സെക്കൻഡറിയുടെ ടേം ആണെങ്കിൽ ഹിയർ ഓൾസോ സെക്കൻഡറി ടേം. ഇവിടെ ഡിനോമിനേറ്ററിൽ പ്രൈമറി ആണെങ്കിൽ ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ പ്രൈമറി. അത് വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷൻ ആണ്. വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഇനി ഒരു റിലേഷൻ കൂടി വരാനുണ്ട്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാ വരിക. അപ്പൊ ഇത് ആദ്യം മനസ്സിലാക്കാൻ ബൈ ഹാർട്ട് പഠിക്കലല്ല. നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും എന്ന കോൺസെപ്റ്റ് മനസ്സിൽ വരണം. എന്നാലേ അടുത്ത ഇക്വേഷൻ മാറാതിരിക്കുള്ളൂ. They are directly proportional. ഡയറക്ട്ലി ഒരാൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ആൾ ഇൻക്രീസ് ചെയ്യും. ഒരാൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് മറ്റൊരു രീതിയിലൂടെ നമുക്ക് ഇക്വേഷൻ എഴുതാം. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് എഴുതാം. എന്താണ്? പ്രൈമറി ആണ് എനിക്ക് ആദ്യം എഴുതേണ്ടത്. ചില പ്രോബ്ലംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ എഴുതേണ്ടി വരും. അപ്പൊ പ്രോബ്ലംസ് വരുന്ന സമയത്ത് പറഞ്ഞാല് എനിക്ക് VP by VS എഴുതണം. ആദ്യം ന്യൂമറേറ്ററിൽ എനിക്ക് VP എഴുതണം. എന്ത് ചെയ്യും? VP by VS എഴുതുമ്പോ ഇവിടെ എന്ത് ചെയ്യും? തിരിഞ്ഞിട്ട് വരും. അപ്പൊ VP by VS
VP by VS എഴുതുന്ന സമയത്ത് എന്താ വരിക? VP by VS എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിനെ തിരിച്ചിട്ട് കഴിഞ്ഞാല് മറ്റേ ടേമിലും എന്തായിരിക്കും? NP by NS. കണ്ടോ? ഇവിടെയും സെക്കൻഡറി, ഇവിടെയും സെക്കൻഡറി, ഇവിടെ പ്രൈമറി, ഇവിടെ പ്രൈമറി. അപ്പൊ പ്രൈമറി സെക്കൻഡറി മൊത്തത്തിൽ തിരിച്ചിട്ട് വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടേൺ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം? ടേൺ ചെയ്യണം. അപ്പൊ ഈ ഇക്വേഷനും ശരിയാണ്, ഈ ഇക്വേഷനും ശരിയാണ്. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, രണ്ടും സെയിം ഇക്വേഷൻ ആണ്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയാൽ മതി, നേരെ നേരെ വരണം. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ. ഇനി നമുക്ക് സെക്കൻഡ് ഒരു ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷനും കൂടി ഉണ്ട്. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ പറഞ്ഞ സമയത്ത് ഇത് സ്റ്റെപ്പ് അപ്പിനും സ്റ്റെപ്പ് ഡൗണിനും ഒക്കെ സെയിം ആട്ടോ. സ്റ്റെപ്പ് അപ്പിനും സ്റ്റെപ്പ് ഡൗണിനും ഒക്കെ ഒരേ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് പിന്നെ മറ്റൊരു ഇക്വേഷനിലേക്ക് പോകാം. ട്രാൻസ്ഫോമറിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ when a transformer changes its voltage or current, whatever may be, step up ആയിക്കോട്ടെ സ്റ്റെപ്പ് ഡൗൺ ആയിക്കോട്ടെ, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തോട്ടെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്തോട്ടെ, എന്ത് ചെയ്താലും the power of the primary is always equal to power of the secondary. Primary power is equal to secondary power. Primary power is equal to secondary power. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? പവറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ? പവർ ഇസ് ഈക്വൽ ടു എന്താ? പവർ എന്ന് പറഞ്ഞാൽ എന്റെ പേന തന്നെ പഠിക്കും. സോ പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറന്റ് അല്ലെ? Power P is equal to, so P is equal to V into I. P is equal to V into I. P is equal to V into I. അപ്പൊ ഈ P is equal to V into I എന്നുള്ള ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മള് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയുടെ കേസ് ആണെങ്കിലും സെക്കൻഡറിയുടെ കേസിലാണെങ്കിലും ട്രാൻസ്ഫോമറിന്റെ കേസിൽ പവർ ഈസ് സെയിം. ട്രാൻസ്ഫോമറിന്റെ കേസിൽ പവർ എപ്പോഴും എന്താണ്? സെയിം ആണ്. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ പവർ സെയിം എന്ന് പറഞ്ഞാൽ പ്രൈമറി പവർ ഈസ് ഓൾവേസ് ഈക്വൽ ടു സെക്കൻഡറി പവർ അല്ലെ? ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണെന്ന് മുന്നേ അറിയാം നമുക്ക്. P is equal to V into I, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. സോ പിന്നെ പ്രൈമറിയിലെ വോൾട്ടേജിന് സ്റ്റെപ്പ് അപ്പ് ആയിക്കോട്ടെ സ്റ്റെപ്പ് ഡൗൺ ആയിക്കോട്ടെ പവറുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? വേരി ചെയ്യില്ല. പ്രൈമറി പവറും സെക്കൻഡറി പവറും എപ്പോഴും സെയിം ആയിരിക്കും. ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് വോൾട്ടേജസ് ആർ ചേഞ്ചസ്, ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് വോൾട്ടേജ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും പവർ ഒരിക്കലും ട്രാൻസ്ഫോമറിന് മാറില്ല. അപ്പൊ അത് ട്രാൻസ്ഫോമറിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, സോ പ്രൈമറിയിലെ പവർ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിലെ പവർ ഇസ് ഈക്വൽ ടു സെക്കൻഡറിയിലെ പവർ ആയിരിക്കൂലേ? പ്രൈമറിയിലെ പവർ ഈസ് ഓൾവേസ് ഈക്വൽ ടു സെക്കൻഡറിയിലെ പവർ ആയിരിക്കുമല്ലോ അല്ലെ? ഇങ്ങനെ എഴുതാലോ നമുക്ക്. അപ്പൊ പ്രൈമറിയിലെ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് പവറിന്റെ ഇക്വേഷൻ വോൾട്ടേജിന്റെ കറണ്ട് ആണ്. അപ്പൊ പ്രൈമറിയിലെ പവർ എന്ന് പറഞ്ഞാല് പ്രൈമറിത്തെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിത്തെ കറണ്ട് അല്ലേ വരിക അല്ലെ? പ്രൈമറിത്തെ കറണ്ട് എന്ന് പ്രൈമറിത്തെ പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൈമറിത്തെ കറണ്ട് പവർ എന്ന് പറഞ്ഞാൽ പ്രൈമറിത്തെ പവർ ഇൻറ്റു പ്രൈമറിത്തെ കറണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു സെക്കൻഡറിത്തെ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെക്കൻഡറിത്തെ വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറിത്തെ കറണ്ട് അല്ലെ? സെക്കൻഡറിത്തെ വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറിത്തെ കറണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇക്വേഷൻ ആണ് അല്ലെ? ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് രണ്ട് ആൾക്കാർ നോക്കിയ വോൾട്ടേജും കറണ്ടുമാണ്. നമ്മൾ ഫസ്റ്റ് ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ എഴുതിയതിൽ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും ആണ്, മാറിപ്പോകരുത്. ഓക്കെ, അപ്പൊ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ് ഇത്. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് നമ്മൾ ഫ്രെയിം ചെയ്ത് വരുന്നത്. സോ നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോലെ തന്നെ VP by VS എവിടേക്കൊന്ന് എടുക്കാം. ഇവിടെയും VP ഉണ്ട്, ഇവിടെ VS ഉണ്ട്. അപ്പൊ വോൾട്ടേജിനെ ഒക്കെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വോൾട്ടേജിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക, കറണ്ടിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക, ഒരേ ടേംസിന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താം. അപ്പൊ എന്തുണ്ടാവുക? VP നെ ഇവിടെ വെക്കാം. അപ്പൊ VP എന്താ വരിക? VP by ഇവിടെ VS നെ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? VP by VS അല്ലെ? അതൊന്നും ഞാൻ പറയണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇവിടെ ഇൻറ്റു VS നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ VS ആയിട്ട് മാറും, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ IS ഉണ്ട്, ദാറ്റ് ഈസ് IS ഇൻറ്റു IP നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ബൈ IP അല്ലെ? അപ്പൊ VP by VS is equal to IS by IP. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. ആൻഡ് നമ്മൾ അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ
VP by VS. VP by VS. VP by VS is equal to IS by IP. എന്താണ് ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ്? VP by VS is equal to IS by IP. രണ്ട് ഇക്വേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ശ്രദ്ധിച്ചു നോക്കി, ഈ രണ്ട് ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും സെയിം ആണ്. നമ്മൾ പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ they are directly proportional. As the number of turns increases, the voltage is also increases. But in this case, ഈ കേസിൽ എന്തായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തായിരിക്കും? Primary voltage directly proportional to the secondary current. Yes, not the primary is not equal to secondary, right? അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. Primary voltage is directly proportional to secondary current, or we can say that the primary voltage is directly proportional to inversely proportional to primary current. The voltage and current in the primary are inversely proportional. Okay, our primary നോക്കിയേ, ഇവിടെ primary numerator ആണ്, ഇവിടെ current ന്റെ primary denominator ലാണ്. What does it mean? എന്താ മനസ്സിലാക്കുന്നത്? Primary the voltage and second primary the current എന്ന് പറഞ്ഞാൽ they are inversely proportional. Inversely എന്ന് പറഞ്ഞാൽ വിപരീതം, ഒരാൾ increase ചെയ്യുമ്പോൾ മറ്റേ decrease ചെയ്യും. Okay, as the voltage increases, the current decreases of the primary itself. Secondary നോക്കുകയാണെങ്കിലും അങ്ങനെ, സെക്കൻഡറിയിലെ കറണ്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് ഡിക്രീസ് ആയിരിക്കും. സോ ഇവിടെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ ആണ് ഞാൻ പറഞ്ഞത്. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇവിടെ വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ ശ്രദ്ധിച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും സെയിം ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ടിലും വോൾട്ടേജ് ആണ്. ആൻഡ് മറ്റേ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമുക്ക് ഒന്നിൽ കറണ്ട് വരുന്നത്, മറ്റേ നമ്പർ ഓഫ് ടേൺസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ടേൺസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും കറണ്ടുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ് ആര്? വോൾട്ടേജ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതാണ് രണ്ട് ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ. ക്ലിയർ ആയോ? മനസ്സിലായി? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. യെസ് റോഷൻ, ക്ലിയർ ആയോ? യെസ്. അപ്പോ ഇത് വെച്ചിട്ടാണ് നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവുക. പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാല് എങ്ങനെയായിരിക്കും? നമുക്ക് 4 ടേംസ്, സെക്കൻഡറി കറണ്ട്, പ്രൈമറി കറണ്ട്, പ്രൈമറി വോൾട്ടേജ് ഇത്, ഈ 4 ടേംസ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇവിടെ 4 ടേംസ് തമ്മിലും റിലേഷൻ ഉണ്ട്. അപ്പം പ്രോബ്ലം നോർമലി ചോദിക്കുക എന്താന്ന് വെച്ചാൽ ഇതിൽ 3 എണ്ണം തരും, അതിലൊന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ പവറിനെയും കൂടി ചോദിക്കാം. രണ്ടാമത്തെ പ്രോബ്ലം അങ്ങനെ ചോദിക്കാം, പവറിനെയും കൂടി ചോദിക്കാം. പ്രൈമറി പവർ എന്താണ്, സെക്കൻഡറി പവർ എന്താണ്, ആ രീതിയിൽ ചോദിക്കാം. പവർ ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അത് പ്രൈമറിയിലെ പവർ ആണ് ചോദിക്കണമെങ്കിൽ പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിയിലെ കറണ്ട്. പക്ഷെ അവിടെ ഏതെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയിരിക്കും, ചിലപ്പോൾ കണ്ടുപിടിച്ചതിന് ശേഷം പവർ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. ഇതിൽ 4 എണ്ണത്തില് ഒരാളെ മിസ്സാക്കിയിട്ടുണ്ടാവും, ആ ഒരാളെ കണ്ടുപിടിക്കാം by using this equation. Here also the same. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ പ്രോബ്ലം മനസ്സിലാക്കുന്ന സമയത്ത് എന്തൊക്കെയാ തന്നിട്ടുള്ളത് നോക്കാം അല്ലെ? ഏത് പ്രോബ്ലം ചെയ്യുകയാണെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ 2 പ്രാവശ്യം വായിക്കണം അല്ലെ? അപ്പൊ പ്രോബ്ലം വായിച്ചതിന് ശേഷം ആദ്യം എന്തൊക്കെയാണ് ഗിവൺ എന്ന് നോക്കണം. ഏതൊക്കെ ടേംസ് ഗിവൺ ആണ് ആ ടേംസ് എടുത്തെഴുതുക അല്ലെ? എന്നിട്ട് എന്താണ് മിസ്സിങ്, എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് നോക്കുക. അതും തന്നിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. അത് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാവും, ആ ഇക്വേഷൻ എടുക്കുക, സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ടേബിളർ കോളം തന്നിട്ടുണ്ട്. ടേബിൾ 3.7 ടേബിളർ കോളം ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഇക്വേഷന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം, ബാക്കിയുള്ള നിങ്ങൾ എഴുതണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടോ? ഫ്രണ്ടിലേ ആവോ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഫസ്റ്റില് പ്രൈമറി കോയിൽ തന്നിട്ടുണ്ട്, സെക്കൻഡറി കോയിൽ തന്നിട്ടുണ്ട്. പ്രൈമറി കോയിന്റെയും സെക്കൻഡറി കോയിന്റെയും ടേൺസ് ആൻഡ് വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസ് ആൻഡ് വോൾട്ടേജസ് ആർ ഗിവൺ അല്ലെ? ഫസ്റ്റ് വൺ എന്താ തന്നിട്ടുള്ളത്? ഫസ്റ്റ് വൺ എന്താ തന്നിട്ടുള്ളത്? നമ്പർ ഓഫ് ടേൺസ് അല്ലെ?
ഫസ്റ്റ് പ്രൈമറി സെക്കൻഡറി എന്നുള്ള കോളം ഉണ്ട്. ഞാൻ ആ കോളം വരക്കണില്ല. തന്നിട്ടുള്ള ടേംസ് ആദ്യം എന്തൊക്കെയാണ് എഴുതുക. ഫസ്റ്റ് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. ഏതൊക്കെ പ്രൈമറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് 500 ആൻഡ് വോൾട്ടേജ് ഓഫ് പ്രൈമറി ഈസ് 10 വോൾട്ട് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് 500 ആണ്. ചോക്ക് പോയോ? ഒരു മിനിറ്റ്, ഞാൻ എന്റെ ചോക്ക് നിൽക്ക്. ഓക്കെ, സോറി. അപ്പോ ശ്രദ്ധിക്കട്ടോ, നമ്മള് നമ്പർ ഓഫ് ടേൺസിന്റെ ടേംസിലും നമ്മളെ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെ തന്നിട്ടുള്ളത്? നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് അല്ലേ? നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. പ്രൈമറിയിലെ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? അപ്പൊ തന്ന കാര്യങ്ങൾ എന്ന് എഴുതാണ് നമ്പർ ഓഫ് ടേൺസ്. ശ്രദ്ധിക്കുക, ആദ്യം തന്നെ എവിടുത്തതാണ് തന്നിട്ടുള്ളത്. അപ്പൊ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുമ്പോൾ NP എന്ന് എഴുതാം അല്ലെ. നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി അത് എത്രയാണ് തന്നത്? 500. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 500 ആണ്. നെക്സ്റ്റ് വോൾട്ടേജ്. പ്രൈമറിയിലെ വോൾട്ടേജ്. പ്രൈമറി വോൾട്ടേജിന് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? VP അല്ലെ. പ്രൈമറി വോൾട്ടേജ് which is equal to 10 volt. 10 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് കാര്യങ്ങൾ തന്നത് സെക്കൻഡറിയിലെ കാര്യങ്ങളാണ്. എന്തൊക്കെ സെക്കൻഡറി തന്നത്? സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി എത്ര തന്നത്? 2500 അല്ലെ. 2500 ടേൺസ് ആണ് തന്നിട്ടുണ്ട് ആണല്ലോ. ടെക്സ്റ്റ് ബുക്ക് നോക്കണേ. ദെൻ വോൾട്ടേജ് ഓഫ് സെക്കൻഡറി. സെക്കൻഡറി വോൾട്ടേജ് അറിയില്ല. Secondary voltage is not given. That means we have to calculate the secondary voltage. Okay, secondary voltage നമുക്ക് calculate ചെയ്യണം. So ഇത്രയും terms തന്നിട്ടുണ്ട് വോൾട്ടേജ് ഇല്ല. ഇനി സെക്കൻഡറിയിലെ വോൾട്ടേജ് ഇല്ല. അപ്പൊ പ്രൈമറിയിൽ രണ്ട് ടേംസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്പർ ഓഫ് ടേൺസും തന്നിട്ടുണ്ട്. ഇതില് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും VS? നമുക്ക് ആക്ച്വലി two equations അല്ലെ. 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസ് തമ്മിലുള്ള റിലേഷൻ ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കണം. എന്തൊക്കെ തന്നെ? നമ്പർ ഓഫ് ടേൺസും ഉണ്ട്, വോൾട്ടേജും ഉണ്ട്. ദർ ഇസ് നോ കറണ്ട്. കറണ്ട് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ ആയ കറണ്ടിനെ വെച്ചിട്ടുള്ള ഇക്വേഷൻ നമുക്ക് വേണ്ട അല്ലെ. സെക്കൻഡ് ട്രാൻസ്ഫോമർ ഇക്വേഷന്റെ കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് തന്നാൽ മതി? നമുക്ക് നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ കണ്ടാൽ മതി. അപ്പോ എങ്ങനെയാണ് ഏത് ഇക്വേഷൻ നമ്മൾ എടുക്കും എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഏത് ഇക്വേഷൻ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാ ഫ്രെയിം ചെയ്യാൻ പോണത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്? ഏത് ഇക്വേഷൻ വെക്കും എന്ന് പറഞ്ഞേ. നമ്മളിപ്പോ കണ്ടുപിടിച്ച വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസ് തമ്മിലുള്ള റിലേഷൻ. യെസ്, വെരി ഗുഡ്. VS by VP is equal to NS by NP. കാരണം എന്താണ്? നമുക്ക് ഈ 4 ടേംസ് ആണ് ഉള്ളത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്ത് കണ്ടുപിടിക്കണം, ആൻഡ് വാട്ട് ഈസ് ദ റിലേഷൻ കണക്ടിങ് ദിസ് 3 or 4 ടേംസ് അല്ലെ. നമ്മൾ ഏത് ഇക്വേഷൻ, നമ്മള് ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുകയാണെങ്കിലും എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കുക. എന്നിട്ട് അത് തമ്മിലുള്ള റിലേഷൻ ഏത് ഇക്വേഷൻ ആണെന്ന് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്രോസസ്സ് മാത്തമാറ്റിക്കൽ പ്രോസസ് ആണ്. ആ ഇക്വേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ VS by VP is equal to NS by NP എടുത്താൽ മതി. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് VS കാൽക്കുലേറ്റ് ചെയ്യണം. VS തന്നിട്ടില്ല, ബാക്കിയുള്ള ആൾക്കാരൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. അപ്പൊ VS അതുപോലെ തന്നെ എഴുതി. by VP എത്രയാണ്? That is 10 volt അല്ലെ. VP 10 ആണ്, which is equal to NS by NP. NS എത്രയാണ്? 2500 by NP എത്രയാണ്? It is 500. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മനസ്സിലായില്ലേ? ഓരോ ടേമും അതിന്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. റെഡി അല്ലേ? പറഞ്ഞേ, നിങ്ങൾ ചെയ്യണില്ലേ? കൂടെ ചെയ്യണേ. നോട്ട്ബുക്ക് എടുത്ത് അതിനെ ചെയ്തോളൂ. അതിനൊരു കുഴപ്പമില്ല. നിങ്ങളെ ട്യൂഷന്റെ നോട്ട്ബുക്ക് എടുത്തിട്ട് അതിനെ ചെയ്യാം.
അതുവരെ അതിന്റെ പ്രോബ്ലംസ് അപ്പൊ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല കേട്ടോ. പിന്നെ അപ്പൊ VS കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ VS ഏതാണ് കാൽക്കുലേറ്റ് നിങ്ങൾ അത് ഈക്വൽ ടു എന്നുള്ള ടേം വരണം അല്ലെ. ലെഫ്റ്റ് ഹാൻഡ് സൈഡില് VS ഈക്വൽ ടു എന്നുള്ള ടേമിലേക്ക് കൊണ്ടുവരണം നമ്മള്. അപ്പൊ എന്ത് ചെയ്യണം? ബൈ 10 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. എന്നാലല്ലേ VS ഈക്വൽ ടു എന്ന് വരുള്ളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇറ്റ്സ് വെരി ഗുഡ്. അപ്പൊ VS അവിടെ വെച്ചു, ബൈ 10 അങ്ങോട്ട് കൊണ്ടുപോകണം. അത് ഇനി ഇങ്ങനെ വാല്യൂസ് എഴുതിയതിനു ശേഷം ചെയ്യാം, അതിന് മുന്നേ ചെയ്യട്ടോ. ചില ആൾക്കാർക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടാവും. അപ്പൊ ഇവിടെ തന്നെ VS ഈക്വൽ ടു നമുക്ക് കൊണ്ടുവരാം. അപ്പൊ VS ഈക്വൽ ടു VS ഈക്വൽ ടു ബൈ VP നെ ഇൻറ്റു VP എഴുതിയിട്ട് നമ്മൾ ഇക്വേഷൻ ആദ്യം എഴുതാം. എന്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നേരിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. രണ്ടും സെയിം തന്നെയാണ്. അല്ലെങ്കിൽ വാല്യൂസ് എഴുതിയതിനു ശേഷം അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്താ ബൈ 10 നെ ഇൻറ്റു 10 ആക്കി. അപ്പൊ എന്താ വരിക? ഇവിടെ തന്നെ അതിന്റെ മുന്നേ തന്നെ വെട്ടണ്ട അല്ലെ. 2500 by 500 into 10. ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം, into 10 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിലാണ് വരിക. അതൊന്നും മാത്സ് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാം. ന്യൂമറേറ്ററിലാണ് വരിക കേട്ടോ. ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയി എഴുതരുത്. അപ്പൊ ബൈ 0 500 രണ്ട് 0 ഇവിടെയും കട്ട് ചെയ്തു. ബാക്കി എന്താ ഉണ്ടാവുക? 25 by 5 എത്ര വരിക? 5 അല്ലെ. into 10 അപ്പൊ എത്രയായി? 50 വോൾട്ട്. യെസ്, 50 മാത്രം എഴുതരുത് ഷഫ്രീൻ. ഇറ്റ് ഈസ് 50 വോൾട്ട്. കാരണം എന്താണ്? നമ്മൾ സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 50 വോൾട്ട് സെക്കൻഡറി വോൾട്ടേജ്. അപ്പോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഇതില് നോക്കിയേ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 50 വോൾട്ട് എന്ന് കിട്ടി അല്ലെ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് VS is equal to 50 വോൾട്ട് എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടും വളരെ ഈസി ആയിട്ടും ഇത് തെറ്റാണോ ശരിയാണോ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഓക്കെ, നമുക്ക് പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് 500 ആണ്, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് 2500 ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോമർ ഏത് ട്രാൻസ്ഫോമർ ആണെന്നുള്ളത് നമുക്ക് ഗിവൺ ഇൻഫർമേഷൻ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ മനസ്സിലാക്കാം? പറഞ്ഞേ, എങ്ങനെ മനസ്സിലാക്കാം? നമ്പർ ഓഫ് ടേൺസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലെ 500 ആണ്, 500 ഉള്ളൂ. സെക്കൻഡറിയിലെ 2500 ഉണ്ട്. യെസ്, വെരി ഗുഡ് ഷഫ്രീൻ. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എങ്ങനെ മനസ്സിലായി? സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് അപ്പിന്റെ കേസിലാണ് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും ഉണ്ടാവുക അല്ലേ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് 500 ഉള്ളൂ, ഇത് 2500 ഉണ്ട്. അപ്പൊ പ്രൈമറിയേക്കാളും എത്രയോ അധികമാണ് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എവിടുത്തെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ എന്ന് പറഞ്ഞേ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറിയിലെ വോൾട്ടേജ് ആണോ സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണോ കൂടുതലായിട്ട് വരിക? യെസ് സൽവ, യെസ്, വെരി ഗുഡ്. സെക്കൻഡറിയിലെ വോൾട്ടേജ് ആയിരിക്കും അല്ലെ. സെക്കൻഡറിയിലെ വോൾട്ടേജ് ആയിരിക്കും പ്രൈമറിയേക്കാളും കൂടുതൽ. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ്, VS ആണ് അല്ലെ. പ്രൈമറിയിലെ വോൾട്ടേജ് 10 ആണ്. പ്രൈമറിയിലെ വോൾട്ടേജ് 10 ആണ്. സെക്കൻഡറിയിലെ വോൾട്ടേജ് അപ്പൊ 10നേക്കാൾ കൂടുതൽ കിട്ടണം. ശരിയല്ലേ? 10നേക്കാൾ കൂടുതൽ കിട്ടണം. ദാറ്റ് ഈസ് 50 വോൾട്ട് അല്ലെ. 50 വോൾട്ട്. ഇനി കുറച്ചും കൂടി മാത്സിൽ കുറച്ചും കൂടി നന്നായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 500ന്റെ എത്ര ടൈംസ് മൾട്ടിപ്പിൾസ് ആണ് 2500? എത്രയാണ്? Yes, 5 by 1. Yes, very good. Yes, 5 times. Very good. 5 times അധികമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ വോൾട്ടേജിന്റെയും 5 ടൈംസ് ഇൻക്രീസ് ചെയ്യണ്ടേ? വോൾട്ടേജ് 10 വോൾട്ട് ആണെങ്കിൽ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് 5 into 10, that is 50. 5 ടൈംസ് ഇൻക്രീസ് ചെയ്യണം. കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾ നേരത്തെ സർവേ എഴുതിയ പോലെ 5 by 1 അല്ലെ. 5 ടൈംസ് കൂടുതലാണ്. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ പ്രോബ്ലം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അല്ലെ. അപ്പൊ അത് നല്ലൊരു ഐഡിയ ആണ്. അത് മനസ്സിൽ വെച്ച്, കാരണം ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷന് കൺസെപ്റ്റ് മനസ്സിലായ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അല്ല, കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാത്തവർ ഇങ്ങനെ ചെയ്തു വെക്കും.
ചിലപ്പോ ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നേരെ തിരിഞ്ഞു പോയാൽ 500/2500 ആയി കഴിഞ്ഞാല് നമ്മുടെ വാല്യൂസ് മൊത്തം തെറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ വോൾട്ടേജ് കുറവായിരിക്കും കിട്ടുക. നമ്പർ ഓഫ് ടേൺസ് കൂടുതലും വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോഴാണ് പ്രോബ്ലം തെറ്റുള്ളൂ, അല്ലാതെ പ്രോബ്ലം തെറ്റാനില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം നോക്കിയേ. രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? NP is not given. നേരത്തെ NP ഉണ്ടായിരുന്നു, NP is not given. And voltage of primary VP എത്ര തന്നിട്ടുള്ളത്? It is 100 volts. VP is 100 volts. Okay, then NS equal to 800. NS is equal to 800. Next, VS is also given, that is 25 volts. ഇത്രയും കാര്യങ്ങളെല്ലാം തന്നത്. VS is 25 volts. ഇതില് എന്തൊക്കെ കണ്ടുപിടിക്കണം, എന്തൊക്കെ ഗിവൺ ആണ്, ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? VP ഇക്വേഷൻ സെയിം തന്നെയാണ്, ഒരു സംശയവും ഇല്ല. കാരണം നമ്മൾക്ക് ആകെ 4 ടേമേ ഉള്ളൂ അല്ലെ. ഇതില് NP ഇല്ല, NP is not given. ശരിയല്ലേ? NP തന്നിട്ടില്ല. VP VS NS VS തന്നിട്ടുണ്ട്. യെസ്, നമുക്ക് ഇക്വേഷൻ നമുക്ക് അറിയാം എന്താണ്? VS by VP is equal to NS by NP കൊടുക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഏതൊക്കെ രീതിയിലാണ്? നമുക്ക് VP by VS is equal to NP by NS എഴുതാം. അതേ സമയത്ത് VS തിരിച്ചിട്ട് എഴുതാം അല്ലെ. VS by VP is equal to NS by NP എഴുതാം അല്ലെ. ഈ രീതിയിലും എഴുതാം. അപ്പൊ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നൊന്ന് ശ്രദ്ധിച്ചാല് കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാവും. എന്താന്ന് വെച്ചാല് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുതലുണ്ടാ. ബോർഡ് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ബോർഡ് കാണാൻ പറ്റുന്നല്ലേ? യെസ്, ഓക്കെ. ഇവിടെ നമുക്ക് കാണാനുള്ളത് NP ആണ് അല്ലെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ്. അപ്പൊ പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ ഏത് ഇക്വേഷൻ വെച്ചാലും, രണ്ട് ഇക്വേഷൻ വെച്ചാലും കിട്ടും. പക്ഷെ നമുക്ക് ഒരു സ്റ്റെപ്പ് ഒന്ന് കുറഞ്ഞു കിട്ടാനും, അതുപോലെ നിങ്ങളൊക്കെ ഉള്ള കൺഫ്യൂഷൻ എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് ന്യൂമറേറ്ററിന് അങ്ങോട്ടും ഡിനോമിനേറ്റർ ഇങ്ങോട്ടും കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഇൻഡുള്ള മൾട്ടിപ്ലൈ ആളെ ഇൻഡു ചെയ്യും, അങ്ങനെ തെറ്റിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും അവിടെ തെറ്റിക്കാൻ പോകും. അപ്പൊ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നമുക്ക് ആരെയാണോ കണ്ടത്, ഇപ്പൊ ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തിരിച്ചിടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, സെക്കൻഡറി ആയിരിക്കണം ഇവിടെ, സെക്കൻഡറി ആയിരിക്കണം ഇവിടെ, പ്രൈമറി ആയിരിക്കണം. പ്രൈമറിനാണ് മുകളിൽ എഴുതണമെങ്കിൽ പ്രൈമറി മുകളിൽ എഴുതാം, സെക്കൻഡറി മുകളിൽ എഴുതാം. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ ഓരോരുത്തരും പഠിക്കുന്നത് പല വ്യത്യസ്ത രീതിയിലായിരിക്കും. ചില ആൾക്കാർ ഇത് പഠിച്ചിട്ടുണ്ടാകും, ചില ആൾക്കാർ ഇത് പഠിച്ചിട്ടുണ്ട്. ബൈഹാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പൊ NP ആണ് കാണേണ്ടത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ആരാണോ കാണേണ്ടത് അയാൾ ന്യൂമറേറ്ററിൽ ഇട്ടുള്ള ഇക്വേഷൻ ആദ്യം എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ NP ആണ് കാണേണ്ടത്. അപ്പൊ ഞാൻ ആരെടുക്കണം? NP മുകളിലുള്ള ടേമിനെ എടുക്കുക. NP മുകളിലുള്ള ടേം ഇതാണ്. അപ്പൊ എന്താ എഴുതുക? NP by NS is equal to VS, sorry, VP by VS, VP by VS. ഈ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് NP മുകളിൽ തന്നെ ഉണ്ടാവുക, ന്യൂമറേറ്ററിലാണ് ഉണ്ടാവുക. ഈ ന്യൂമറേറ്ററിലുള്ള ആളെ അവിടെ തന്നെ വെച്ചിട്ട് ബൈ NSനെ ഇങ്ങോട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ആണ് എങ്കിൽ, NP ഡിനോമിനേറ്റർ ഇക്വേഷൻ ആണ് എങ്കിൽ എന്ത് ചെയ്യണം? NP താഴെ ആയതുകൊണ്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഒന്നും കൂടി തിരിച്ചിടണം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലാത്തവർ അതന്നെ ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പൊ ഒരു ഈസിയസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അയാൾ ന്യൂമറേറ്ററിൽ വരുന്നുള്ള ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്താൽ. ഓക്കെ, അപ്പൊ NP by NS is equal to VP by VS. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? NP കണ്ടുപിടിക്കണം. NS എത്രയാണ്? ബൈ NSനെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വരും? ഇൻറ്റു NS വരും അല്ലെ. അപ്പൊ NP is equal to VP by VS into NS. Into NS എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലാണ്, മറക്കണ്ട, into NS. ഓക്കെ, ഇനി അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്താ വരിക? NP is equal to VP by VS. VP എത്രയാണ്?
100 by VS എത്രയാണ് 25 into എത്ര വരിക NS എത്രയാണ് 800. ഇനി ഇവിടെയും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വോൾട്ടേജുകൾ രണ്ടും തന്നിട്ടുണ്ട്. വോൾട്ടേജ് ഓഫ് പ്രൈമറി 100 വോൾട്ടേജ് ആണ്, വോൾട്ടേജ് ഓഫ് സെക്കൻഡറി 25 വോൾട്ട് ആണ് അല്ലേ? ശ്രദ്ധിച്ചോ നിങ്ങള്? ഏത് ട്രാൻസ്ഫോമർ ആണ് പറഞ്ഞേ? ഏത് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? സ്റ്റെപ്പ് ഡൗൺ ആണെന്ന് പറയണോ? ശരിയാണോ? റോഷൻ, ഷഫ്രീൻ, ഹനീൻ, is it step down? Yes. എന്താണ് സെക്കൻഡറി വോൾട്ടേജ് 25 25 ഉള്ളൂ എന്ന് വെച്ചാൽ 100 ഉള്ള 25 ആയി മാറുകയാണ്, കുറയാണ്, ഡിക്രീസ് ചെയ്യാണ്. സോ ഇറ്റ് ഇസ് സ്റ്റെപ്പ് ഡൗൺ. വെരി ഗുഡ് ഓൺ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഇനി സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് 800 ആണ്. അപ്പൊ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് 800-നേക്കാളും ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? പറഞ്ഞേ, ഇതിന്റെ കൂടെ വരുന്നുണ്ടോന്ന് അറിയണല്ലോ. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞു, സെക്കൻഡറിയിലത്തെ 800 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിലത്തെ 800-നേക്കാളും ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? യെസ് ആയിഷ മിൻഹ, ഡിക്രീസ് എന്ന് പറയണോ? ഹനീന് ഇൻക്രീസ് എന്ന് പറയണോ? ഇൻക്രീസ്. സൽവ ഇൻക്രീസ് എന്ന് പറഞ്ഞു. പ്രൈമറി ഇൻക്രീസ്. അപ്പൊ എന്ത് ചെയ്യും? ഇത് നോക്കിയേ, സെക്കൻഡറിയിലാണ് 800. അപ്പം 800 എന്ന് പറഞ്ഞാൽ വേറെ ഏതെന്നോ കുറഞ്ഞു വന്ന ടേം ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ പ്രൈമറിത്തെ കൂടണ്ടേ? വീണ്ടും ഡിക്രീസ് എന്ന് പറയുന്നുണ്ട്. ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാല് പ്രൈമറിയിൽ കൂടുതലും സെക്കൻഡറിയിൽ കുറവും. അപ്പൊ പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലാവണ്ടേ സെക്കൻഡറിനേക്കാളും? വേണ്ടേ? അപ്പൊ പ്രൈമറിയിലെ വോൾട്ടേജ് സെക്കൻഡറിനേക്കാളും കൂടുതലാണെങ്കിൽ സെക്കൻഡറിയിൽ 800 ആണ്. അപ്പൊ പ്രൈമറിയിൽ എത്ര ഉണ്ടാവണം? കൂടുതൽ ഉണ്ടാവണം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാം. പറഞ്ഞേ, 800 ഈ രീതിയിൽ ചെയ്യാം. 25 by 4 into 8 എത്രയാണ്? യെസ്, 3200 ടേൺസ്. അപ്പൊ 3200 പ്രൈമറി താ, സെക്കൻഡറിയിൽ 800 ആയി. അപ്പൊ കൂടിയ ടേൺസ് നിന്ന് കുറഞ്ഞ ടേൺസിലേക്ക് വന്നു. നമ്പർ ഓഫ് ടേൺസ് ഗെറ്റ് ഡിക്രീസസ്. കാരണം എന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ശരിയല്ലേ? അപ്പൊ വാല്യൂ ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ക്ലിയർ അല്ലേ? ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കണം. ഓക്കെ, ബാക്കി രണ്ടെണ്ണം ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കിൽ ചെയ്യാം. അതുപോലെ തൊട്ട് താഴെ ഉണ്ട് അതുപോലെ 2 പ്രോബ്ലം കൂടി. അതിൽ രണ്ടാമത്തെ പ്രോബ്ലം ഞാനൊന്ന് വായിച്ചുതരാം. ഒന്ന് വായിച്ച് ആരാ വായിക്കാം? രണ്ടാമത്തെ പ്രോബ്ലം പേജ് നമ്പർ 57 സൽവ ഒന്ന് വായിച്ചേ. 57 ആ ബോക്സിന് നേരെ താഴെയുള്ള രണ്ടാമത്തെ പ്രോബ്ലം ഒന്ന് വായിച്ചേ. അൺമ്യൂട്ട് ആണോ മൈക്ക്? സൽവ, റോഷൻ, ആരുമില്ലേ ഇപ്പൊ വായിക്കാൻ നോക്കിയപ്പോ? നാസിർ സാറേ ഒന്ന് മൈക്കൊന്ന് ഓണാക്കി കൊടുക്കോ? നാസിർ സാർ, സാറും വിളി കേൾക്കുന്നില്ല. ഞാൻ തന്നെ വായിക്കേണ്ടി വരും അല്ലേ? ഭാഗ്യം എന്ന് വിചാരിക്കണ്ടോ നമ്മള്? ഓ, രക്ഷപ്പെട്ടു. അപ്പൊ എന്താണ്? എന്തൊക്കെ ഒന്ന് വായിച്ചേ എല്ലാരും? വായിച്ചിട്ട് ആ ടേംസ് ഒന്ന് പറഞ്ഞേ. ആ ക്വസ്റ്റ്യൻ എല്ലാരും ഒന്ന് വായിച്ചേ. ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, ചില ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. ദെൻ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാണ് തന്നിട്ടുള്ളത്.
ഇൻപുട്ട് വോൾട്ടേജ് 240 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ ഇൻപുട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വിച്ച് വോൾട്ടേജ്, പ്രൈമറി ഓർ സെക്കൻഡറി? ഇൻ വിച്ച് വോൾട്ടേജ് പറഞ്ഞേ? യെസ് യെസ്, വെരി ഗുഡ്. That is VP is equal to 240. Yes, very good. Hanin. Yes, Alva. Yes, that is primary voltage. Roshan. Yes, very good. പ്രൈമറി വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അതാണ് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി വോൾട്ടേജ് ആയിരിക്കും. സോ പ്രൈമറി വോൾട്ടേജ് അല്ലെ. അപ്പൊ എത്ര തന്നിട്ടുള്ളത്? 240 വോൾട്ട്. 240 വോൾട്ട്. ഇനി എന്താ തന്നിട്ടുള്ളത്? 800. ഒരു മിനിറ്റ് കേട്ടോ, ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം. സോറി, രണ്ടാമത്തെ അല്ലേ. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുള്ളത് 80 ആണ്. അപ്പം നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി 80 ആൻഡ് പ്രൈമറി എത്ര തന്നിട്ടുള്ളത്? പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് ഇറ്റ് ഇസ് 800. NP is equal to 800. ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. Which type of transformer is this? Step up or step down? വേഗം തന്നെ. Step up or step down? ഏതാണ്? Step down ആണോ step up ആണോ? Yes, Afrin. Yes, okay. It is a step up ആണ്. Primary, secondary. Primary 800 ഉണ്ട്, secondary 80 ഉണ്ട്. അപ്പൊ step down transformer ആണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് 240 നേക്കാളും കൂടോ കുറയോ? VS എന്ത് ചെയ്യും? VS 240 നേക്കാളും കൂടോ കുറയോ? ഡിക്രീസ് ചെയ്യും അല്ലെ. യെസ്, ഡിക്രീസ് ചെയ്യും. ഇറ്റ്സ് വെരി ഗുഡ്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ. ഓക്കെ, ഇനി അത് ചെയ്യാനും പണിയൊന്നും ഇല്ല. പ്രോബ്ലം പിന്നെ ന്യൂമറിക്കൽ മെത്തേഡ് ചെയ്താൽ മതി. ഇനി ഇതിലുള്ള ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറിന്റെ കേസ് ആണ്. യെസ് ആയിഷ, യെസ് യു ആർ റൈറ്റ്. പ്രൈമറിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഒരു കാര്യം നമ്മൾ പറയുന്നു. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ VP-ന്റെയും VS-ന്റെയും റിലേഷൻ, അതുപോലെ number of turns in primary, number of turns in secondary, അതുപോലെ current in primary, current in secondary. Step up ആണെങ്കിൽ, step up transformer ആണെങ്കിൽ അല്ലെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇതിന്റെ റിലേഷൻസ് എങ്ങനെ ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാണ് സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാം. സോ പ്രൈമറിയിലെ വോൾട്ടേജിനേക്കാളും സെക്കൻഡറിയിലെ വോൾട്ടേജ് ആയിരിക്കും സ്റ്റെപ്പ് അപ്പിൽ കൂടുതൽ. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുക അല്ലെ. സെക്കൻഡറി ആയിരിക്കും സ്റ്റെപ്പ് അപ്പിന് കൂടുതൽ. നമ്പർ ഓഫ് ടേൺസും അങ്ങനെ തന്നെ ഇങ്ങനെ ഉണ്ടാവുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് കറന്റ് പ്രൈമറി കറണ്ടും സെക്കൻഡറി കറണ്ടും നോക്കുകയാണെങ്കിൽ ആ ഒരു റിലേഷൻ നമുക്കറിയാം. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ, that is voltage of secondary and current of secondary. What is the relation between the current and the voltage? They are directly or inversely proportional. So secondary voltage and current ആണ് ഞാൻ പറഞ്ഞത്. അവർ directly ആണോ inversely ആണോ? Yes, inversely proportional ആണ്. So ഒരാൾ increase ചെയ്യണമെങ്കിൽ മറ്റേ decrease ചെയ്യും. So ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സെക്കൻഡറിന്റെ വോൾട്ടേജ് is high when compared to primary voltage. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയുടെ കറണ്ട് സെക്കൻഡറിയുടെ പിന്നെ വോൾട്ടേജുമായിട്ട് എന്തായിരിക്കും? യെസ്, ഡിക്രീസ് ആയിരിക്കും. അപ്പൊ ഇത് സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ ഇത് രണ്ടും നമ്പർ ഓഫ് ടേൺസും ഇതും എന്തായിരിക്കും? സെക്കൻഡറിയിൽ കൂടുതലാണെങ്കിൽ കറണ്ടിന്റെ കേസ് നേരെ റിവേഴ്സ് പ്രോസസ് ആയിരിക്കും. ദാറ്റ് ഈസ് കറണ്ട് എന്തായിരിക്കും? ഡിക്രീസ് ആയിരിക്കും. സോ കറണ്ടിന്റെ സിമ്പിൾ ഇടൽ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ട്. ഇതൊന്ന് ശ്രദ്ധിക്കണം. കറണ്ട് എപ്പോഴും റിവേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ കറണ്ട് കുറവായിരിക്കും. ക്ലിയർ ആയോ? സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ. സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലോ? സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ റിവേഴ്സ് പ്രോസസ് ആയിരിക്കും. എന്തായിരിക്കും ഉണ്ടാവുക? സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ ഇതിന് നേരെ തിരിച്ച് എന്തായിരിക്കും? VP PS എന്തായിരിക്കും? then NP NS then IP IS. അപ്പം സെക്കൻഡറി നിങ്ങൾ പറഞ്ഞേ ഇതെന്തായിരിക്കും? വോൾട്ടേജിന്റെ കേസിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും പെട്ടെന്ന്. സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ എന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ പറഞ്ഞേ. സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ ആരായിരിക്കും കൂടുതൽ? VP ആയിരിക്കും കൂടുതൽ. യെസ്, VP is greater than. Yes, Alva.
And what about number of turns in the case of അങ്ങനെ തന്നെ ആയിരിക്കും. But in the case of current, reverse process തിരിച്ചിട്ട് എന്തായിരിക്കും secondary current ആയിരിക്കും കൂടുതൽ. അപ്പൊ അത് മറക്കരുത്. ഇത് ട്രാൻസ്ഫോമറിന്റെ ഒരു ഫൈനൽ പൊസിഷൻ, ഫൈനൽ ടേം ആണ്. ഇനി ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് തമ്മിൽ റിലേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിലത്താണ് കൂടുതൽ അല്ലെ, പ്രൈമറിനേക്കാളും. അപ്പൊ നമുക്ക് പല രീതിയിലും പറയാം. number of turns of secondary by number of turns of primary നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം വലിയ ആളെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് സ്റ്റെപ്പ് അപ്പ് ആണ്, ശ്രദ്ധിക്കണേ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സെക്കൻഡറിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ് കൂടുതൽ, സെക്കൻഡറിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ് കൂടുതൽ, പ്രൈമറിന്റെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. So when we take the ratios between the number of turns of secondary divided by number of turns of primary എടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും ഇതിന്റെ ഒരു what is the value of this ratio? ഇത് ഹയർ ആണ്, ഇത് സ്മോളർ ആണ്. അപ്പൊ is it greater than 1 or less than 1? അത്ര പറഞ്ഞാൽ മതി. നമുക്ക് കറക്റ്റ് വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. Yes, very good. Yes, Roshan, it is greater than 1. കാരണം എന്താണ്, വലിയ വാല്യൂ NP-നേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനാലും ഗ്രേറ്റർ ദാൻ ഒരു ടൈംസ് വലുതായിരിക്കും അല്ലെ. ഇപ്പൊ 15/10 എന്ന് പറയുകയാണെങ്കിൽ എങ്ങനാലും 1.5 അല്ലെ, 1-നേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പൊ ന്യൂമറേറ്റർ വലുതാണെങ്കിൽ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1 അല്ലെ. കിട്ടിയില്ലേ, കൺസെപ്റ്റ് കിട്ടിയോ? അതേസമയം തിരിച്ചിട്ടാണെങ്കിലോ, സ്റ്റെപ്പപ്പിന്റെ കേസാട്ടോ ഞാൻ പറയണത്, തിരിച്ചിട്ടാണെങ്കിലോ NP/NS ആണെങ്കിലോ എങ്ങനെ ചോദിക്കാം, എങ്ങനെ തിരിച്ചിട്ടാലും നമുക്ക് ആൻസർ പറയാൻ കഴിയണം. NP/NS ആണെങ്കിലോ ഇപ്പൊ ന്യൂമറേറ്ററിൽ പിന്നെ ചെറിയ വാല്യൂ ആണ്, സ്മോളർ വാല്യൂ ആണ്. യെസ്, വരട്ടെ ആൻസർ വരട്ടെ. യെസ്, യു ആർ റൈറ്റ്. യെസ് മിൻഹ, ലെസ് എന്ന് പറഞ്ഞാൽ പറയാം ലെസ് ദാൻ 1. ഓക്കെ, ലെസ് ദാൻ 1. കാരണം എന്താ, ന്യൂമറേറ്ററിൽ ചെറിയ ആളാണ്, ഡിനോമിനേറ്റർ വലിയ ആളാണ്. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ 1 അല്ലെ. അങ്ങനെ ഇത് കറണ്ടിനെ ചോദിച്ചാലും പറയാൻ കഴിയണം, പിന്നെ വോൾട്ടേജിനെ ചോദിച്ചാലും പറയണം. കറണ്ടിനെ ചോദിച്ചാൽ എങ്ങനെ പറയും? കറണ്ടിനെ ഞാൻ തിരിച്ചാട്ടോ, സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ IP/IS ആണ് ഗ്രേറ്റർ ദാൻ 1. സ്റ്റെപ്പ് അപ്പിന്റെ കേസിൽ തല തിരിഞ്ഞു പോകരുത്. കാര്യം മനസ്സിലാക്കി വളരെ ഓർഡറിൽ പഠിച്ചെടുക്കുക. നമ്മൾ ആകെ ട്രാൻസ്ഫോമറിനെ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ, വേറെ ആരെയും പഠിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഡൗൺ ആണോ? സ്റ്റെപ്പ് ഡൗണിന്റെ കേസിൽ നമുക്ക് എങ്ങനെ പറയാം? ഇതേ കേസ് തന്നെ പറയാം, NP/NS ആണ് സ്റ്റെപ്പ് ഡൗണിൽ ഗ്രേറ്റർ ദാൻ 1. NP/NS ആണ് സ്റ്റെപ്പ് ഡൗണിൽ ഗ്രേറ്റർ ദാൻ 1 അല്ലെ. അത് ഞാൻ കറണ്ട് പറയുകയാണെങ്കിലോ, കറണ്ട് റേഷ്യോ പറയുകയാണെങ്കിൽ IS/IP അല്ലെ. IS/IP ആണ് ഗ്രേറ്റർ ദാൻ 1. ഇനി ഇത് തിരിച്ചിട്ടാണെങ്കിൽ ലെസ് ദാൻ 1 ആവും, ഇത് തിരിച്ചിട്ടാണെങ്കിലും ലെസ് ദാൻ 1 ആവും. ക്ലിയർ ആയോ പറഞ്ഞേ, അതോ കോംപ്ലിക്കേഷൻ ആയോ പറഞ്ഞേ? ഇറ്റ് ഈസ് ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാല് കുറച്ച് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് പറയാൻ പറ്റും. അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ ആകെ പുക പിടിച്ചു കിടക്കും. ക്ലിയർ ആയോ? മനസ്സിലാകാത്തതുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല, നമുക്കൊന്നുകൂടി പറയാം. ഓക്കെ ആയിഷ? ഓക്കെ, അപ്പൊ ഇതിലെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക, പിന്നെ സ്റ്റെപ്പ് അപ്പിന്റെയും സ്റ്റെപ്പ് ഡൗണിന്റെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല തിയറി മനസ്സിലാവും. നല്ല തിയറി മനസ്സിലാക്കിയ ഒരാൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിക്കുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? ഏതിലാണ് ചോദിക്കുന്നത്? ഈക്വൽ ടു 1 പറയാൻ പറ്റും. നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കേസിൽ രണ്ട് കേസ് ഈക്വൽ ടു 1 ആവൽ എപ്പോഴാണ്? ദർ ഇസ് നോ ചേഞ്ച്, അപ്പോഴല്ലേ ഈക്വൽ ടു 1 ആവുക. റോഷൻ അല്ലേ ചോദിച്ചേ അല്ലെ? ഈക്വൽ ടു 1 ആവൽ എപ്പോഴാ? റോഷൻ ആണ് ചോദിച്ചത്. ഈക്വൽ ടു 1 ആവണമെങ്കിൽ രണ്ട് ഭാഗത്തും സെയിം ആവുമ്പല്ലേ? ബോത്ത് വാല്യൂ എപ്പോഴാ സെയിം ആവാ?
both values step up and step down case same ആവില്ലല്ലോ. either increase or decrease. step up ആണ് increase ചെയ്തിരിക്കും, step down ആണെങ്കിൽ decrease ആയിരിക്കും. ഒരിക്കലും സെയിം ആവില്ല. സെയിം ആണെങ്കിൽ നമ്മള് പിന്നെ എന്താവേണ്ട ആവശ്യമില്ല, നമ്മൾ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യേണ്ടത്, നേരിട്ടാണ് കൊടുത്താൽ പോരെ. പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? പ്രൈമറിന്ന് സെക്കൻഡറിയിലേക്ക് കൊടുത്തിട്ട് സെക്കൻഡറിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എന്തിനാ? അതിന് എന്തെങ്കിലും ഒരു വേരിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഐദർ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് റോഷൻ ഇറ്റ് ഇസ് നെവർ ഈക്വൽ. ഈക്വൽ വാല്യൂസ് വരില്ലല്ലോ. Is it clear, Roshan? Respond to you. Okay, നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് അപ്പ് ആവും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ചെയ്യുന്നത് ഐദർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ്. ഓക്കെ, ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും കറണ്ടും വോൾട്ടേജും സെയിം ആവില്ലല്ലോ. സെയിം ആകുമ്പോഴല്ലേ റേഷ്യോസ് ഈക്വൽ ആവുക. ഐദർ ഗ്രേറ്റർ ദാൻ 1 or less than 1, അത്രേ വരുള്ളൂ. ചിലപ്പോൾ മൈന്യൂട്ട് ആയിരിക്കും, ചിലപ്പോൾ ഫ്രാക്ഷൻ ആയിരിക്കും. എനിവേ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ. ഈക്വൽ ആവാൻ വേണ്ടി നമ്മൾ നോർമലി ട്രാൻസ്ഫോമറിനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ്